ഇന്ന് വിഷുവായിട്ട് നമ്മൾ പോകുന്ന ഒരു അടിപൊളി എക്സ്കർഷനാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. ലെറ്റ്സ് ഗോ സീ. ഓക്കെ, വിഷു തന്നെ എടുത്ത വീഡിയോ ആണ്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേനും പിന്നെ തിരക്കായിപ്പോയി. ജോബിൻ്റെ കുറേ വിഷയം പോയി. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് ഒരാഴ്ച കഴിഞ്ഞിടുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തമറ എന്ന് പറയുന്ന ഒരു സംഭവമാണത്. ഒരു ക്രൂസ് എന്നൊക്കെ പറയാം. ചെറിയൊരു ക്രൂസ്, ഒരു 4 റൂമൊക്കെ ഉള്ള ഒരു അടിപൊളി ഷിപ്പാണ്. ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ക്രൂസ്. ഓക്കെ, ചെറിയ സഫാരി ബോട്ട്. ഓക്കെ, അതാണ്. അപ്പോൾ കത്തമറ എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും ഒരു നല്ല ദൂരം പോകുന്ന വണ്ടിയാണ്. ദുബായിൽ നിന്നാണ് ഇവരിങ്ങോട്ട് മാലദ്വീപിന് കത്തമറം കൊണ്ടുവന്നതെന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ ഓടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ നല്ലൊരു ട്രിപ്പാണ്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പിക്നിക്കിനൊക്കെ പോകും. അതായത് കടലിൽ കൂടെ ഒരു അര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 1 day ടൂർ ഇങ്ങനെ പോകും നമ്മൾ. പിന്നെ ആൽക്കോളും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ കിച്ചണും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റൂമുണ്ട്, ബെഡ്റൂമുണ്ട്, റെസ്റ്റ് ചെയ്യാനുള്ള 4 ബെഡ്റൂമുണ്ട്. ഒരു 15 പേർക്കൊക്കെ പോകാവുന്ന ഒരു ബോട്ടാണത്. ആരെങ്കിലൊക്കെ മാലയിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അധികം എക്സ്പെൻസ് ഒന്നുമില്ല. ഒരു ഒരു $200 ഒക്കെ അടുത്താണ് വരിക ഒരു ഹാഫ് ഡേ പിക്നിക്കിന്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഉൾക്കടലിൽ പോയിട്ട് അവിടെ സ്നോർക്കലിംഗ് ചെയ്യാൻ ഒരു 1 hour. ഇതുവരെ കാണാത്ത പിന്നെ പവിഴപ്പുറ്റുകളും മീനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെ റൂം. ചെറിയ റൂമാണ്, ബെഡ്റൂം. 2 പേർക്ക് 3 പേർക്ക് സുഖമായി കിടക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. അങ്ങനത്തെ 4 റൂമുണ്ട്. അങ്ങനെ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ട്രിപ്പ് പോയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ കുക്കും കാര്യങ്ങളൊന്നും ചെയ്തില്ല അതിനകത്ത്. പിന്നെ ഞങ്ങൾ 4-5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബോട്ട് ക്രൂ 3 പേരും പിന്നെ 3 ഗസ്റ്റും പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി അടിപൊളിയായി കണ്ടു. പിന്നെ സ്നോർക്കലിംഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് വെള്ളത്തിലിറങ്ങിയില്ല. പിന്നെ ഒരു മടിയായിരുന്നു. ഞാനൊരു ബിയറൊക്കെ കുടിച്ച് പുറത്തിരുന്നു. അവർ ഇറങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ എയർ ടാക്സി കേട്ടോ. എയർ ടാക്സി എന്ന് പറയുന്നത് ഫ്ലൈറ്റ് തന്നെ, ചെറിയ ഫ്ലൈറ്റ്. നമ്മൾ ഇവിടെ കുമരകത്ത് കണ്ടില്ലേ, പുതിയ ലോഞ്ചിങ് ചെയ്ത സെയിം സാധനം തന്നെ ഇവിടെ. അത് പിന്നെ നമ്മുടെ നാട്ടിൽ ടാക്സി പോലെ തന്നെ ഇവിടെ എയർ ടാക്സിയാണ് ഉപയോഗിക്കുക. അതായത് പിന്നെ വെള്ളമായതുകൊണ്ട് ഒരുപാട് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കൊക്കെ എന്താണ് നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. ഈ സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി. പിന്നെ എല്ലാവരും വെള്ളത്തിൽ ചാടി, ഞാൻ മാത്രം ചാടിയില്ല. ഒരു 15-20 മീറ്റർ ആഴമുള്ള സ്ഥലത്താണ് ഇറങ്ങിയത്. അവർ കുറേ ആമേനെയും പിന്നെ ഷാർക്കിനെയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ബോട്ടിലൊക്കെ നിന്ന് കുറച്ച് ആസ്വദിച്ചു. ഞങ്ങൾ കുറച്ചും കൂടെ അപ്പുറത്തേക്കൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരമൊക്കെ ആയി. ഞങ്ങൾ തിരിച്ചു പോകുന്നു ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും. പിന്നെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എയർ ടാക്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് മാലദ്വീപിൽ ഏകദേശം ഒരു 1200 സംതിങ് ഐലൻഡുകളാണുള്ളത്. അതിനകത്ത് പല ഐലൻഡുകളിലേക്കും നമുക്ക് ബോട്ടിൽ പോവാം. ബാക്കിയുള്ള ഐലൻഡുകളിൽ നമുക്ക് പോകണമെങ്കിൽ ബോട്ടിൽ പോയി എത്താത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ എയർ ടാക്സി യൂസ് ചെയ്യുന്നത്. പിന്നെ VIP-കളൊക്കെ വരുമ്പോൾ എയർ ടാക്സിയാണ് യൂസ് ചെയ്യുകയാണ്. നമ്മൾ ചെറിയ റേറ്റ് അല്ല, ഒരു $200-300 വരും കേട്ടോ ഏകദേശം. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് ഒക്കെ മാലദ്വീപിൽ വരുവാണെങ്കിൽ മാലി ടൗണിലെ ക്യാപിറ്റലിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈ ഒരു ടെർമിനലൊക്കെ വരുന്നത്. ഈ ഒരു ട്രിപ്പൊക്കെ ചൂസ് ചെയ്യുക. അധികം പൈസയൊന്നും വരില്ല. ഒരു 10-15,000 രൂപയൊക്കെയാണ് വരുള്ളൂ ഒരു ഹാഫ് ഡേക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ട്രിപ്പ് സഫാരി ട്രിപ്പ് അല്ലെങ്കിൽ കത്തമറൻ ട്രിപ്പ്. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം.